കേരളീയ സമൂഹത്തിൽ ഇന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു പ്രവണത അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, കേരളീയ സമൂഹം സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ഭൂമികയായിട്ട് വളർന്നു വരുന്നതിന് പിന്നിൽ കൃഷിക്കൊരു വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചപ്പ്, നമുക്ക് കിട്ടുന്ന നിർലോഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന മഴ, ഇതെല്ലാം നമ്മുടെ കൃഷിയെ പരിപോഷിപ്പിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് ഒരു കൃഷിക്കാരൻ അവൻ്റെ കയ്യിലുള്ള വിത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, കൃഷി അറിവുകൾ, പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു എന്നു മാത്രമല്ല, ജലസേചനത്തിനും അതിനു വേണ്ട പണിയെടുക്കലുകൾക്കും പരസ്പരം സഹകരിച്ചിരുന്നു. അങ്ങനെ മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കാതെ തന്നെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയതിൻ്റെ പരിണിതിയായിട്ടാണ് നൂറ്റാണ്ടുകളായിട്ട് കേരളീയ സമൂഹം സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഭൂമികയായിട്ട് വളർന്നു വന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. എന്നാൽ പതിയെ പതിയെ നമുക്ക് കൃഷിയോട് ആളുകൾക്ക് അടുപ്പം കുറയുകയും കൃഷി എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ജീവനോപാധി അല്ലാതായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ, ചെറുകിട വാണിജ്യങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് വളർന്നിരുന്നു. പരസ്പരം സഹകരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന കടക്കാരുമായിട്ടും അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള നാട്ടുംപുറത്തുള്ള കച്ചവടക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് പരസ്പരം സഹകരിച്ചിരുന്നു. ആ പരസ്പര സഹകരണത്തിൻ്റെ ഫലമായിട്ട് വിപണിയിലുണ്ടാകുന്ന വ്യത്യാസത്തിൽ കവിഞ്ഞ് പരസ്പരമായിട്ടുള്ള മത ജാതി വർഗ ഭേദമന്യേ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഏകോദര സഹോദരന്മാർ ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടിരുന്നു. അത് വലിയൊരു വളർച്ച ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സമീപകാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ മതമോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക അടുപ്പമോ നോക്കിയിട്ട് അനാവശ്യമായിട്ട് അവരുടെ സ്ഥാപനങ്ങളുമായിട്ട് ഒരു തരം ബഹിഷ്കരണാഹ്വാനം ചില സ്ഥലങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ഇത് തീർത്തും നമുക്ക് ഉപകാരപ്രദമല്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ്. അത് നാം നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. കേരളത്തിലെ ചെറുകിട വ്യവസായം അല്ലെങ്കിൽ ചെറുകിട വാണിജ്യ കച്ചവട സ്ഥാപനങ്ങളെല്ലാം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണുള്ളത്. വൻകിടക്കാരുണ്ട്, ഓൺലൈൻ ട്രേഡിങ്ങുകാരുണ്ട്, അതുകൂടാതെ കോർപ്പറേറ്റ് ജയന്റുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ വളഞ്ഞു മുറുക്കാൻ അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട ഒരവസ്ഥയുമാണ് നിലവിലുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെറുകിട വ്യവസായത്തെയും ചെറുകിട വാണിജ്യത്തെയും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള ചെറുകിട സ്ഥാപനത്തെ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ പകരം വാണിജ്യത്തിലുള്ള അവരുടെ കൗശലത, വിപണിയിലുള്ള വില, അവർ കൊടുക്കുന്ന സേവനങ്ങൾ, എന്ന് മാത്രമല്ല അവർ വിൽക്കുന്ന ഉൽപ്പന്നമോ സേവനമോ അതിൻ്റെ ഗുണനിലവാരം, ഈ 3 ഘടകങ്ങൾ പരിഗണിച്ച് മാത്രം ഒരു കച്ചവട സ്ഥാപനത്തെ സ്വീകരിക്കുവാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. കോടാനുകോടി ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ദൈവമേ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇവരെല്ലാം കച്ചവട സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചവട വൃത്തിയിലേക്ക് എത്തുമ്പോൾ അവരുടെ വിശ്വാസവുമായിട്ട് അവരുടെ വാണിജ്യത്തെയോ കച്ചവടത്തെയോ ഒരു കാരണവശാലും ബന്ധിപ്പിക്കരുത്. പകരം അവർ തരുന്ന സേവനം, അവർ തരുന്ന ഉൽപ്പന്നം, അതിൻ്റെ ഗുണനിലവാരം, നിങ്ങൾക്ക് തരുന്ന പരിചരണം, അവർ നിങ്ങൾക്ക് തരുന്ന വില നിലവാരം, അവർ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും മികച്ച സേവന സൗകര്യങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, ചുരുക്കി പറഞ്ഞാൽ വിപണിയുടെ സ്വഭാവത്തിന് മാത്രം ഇട്ടുകൊടുത്തുകൊണ്ട് ഈ ചെറുകിട മേഖലയും കച്ചവട സ്ഥാപനങ്ങളെയും പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമം നാം ശ്രദ്ധാപൂർവം സൗകര്യപൂർവ്വം നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നാം വളർത്തിക്കൊണ്ടുവന്ന ഉയർത്തിക്കൊണ്ടുവന്ന ഈ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെ
വിത്ത് കുത്തുന്നതിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.